ഇപ്പോൾ ഈ മഴക്കാലത്ത് പെരയ്ക്കകത്തായിക്കോട്ടെ വെളിയിലായിക്കോട്ടെ എലിശല്യം, പല്ലി, പാറ്റ, അതുപോലെ തന്നെ പാമ്പിൻ്റെയൊക്കെ ശല്യം രൂക്ഷമായിരിക്കും. അപ്പോൾ അവയൊക്കെ തുരുത്തി ഓടിക്കാനുള്ള കിച്ചൺ ടിപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ കൂടെ നിങ്ങൾ ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതേ. ആദ്യത്തെ ടിപ്പ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഷോളാണ്. അപ്പോൾ ആ ഷോള് നേരെ ഹാഫാക്കി ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരറ്റത്ത് ഇതുപോലെ ഞുറിഞ്ഞ് നമ്മളതൊന്ന് ടക്ക് ചെയ്ത് ഇങ്ങനെ ഇവിടെ കാണിക്കുന്ന പോലെ എടുക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാവിടെ ഞുറിഞ്ഞ് നിന്ന് എടുത്തിട്ട് അതിൻ്റെ എൻഡിൽ ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് വേണേലും ഇട്ട് കൊടുക്കാം. റബ്ബർ ബാൻഡ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഹെയർ ബാൻഡാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി ഒരു വള്ളി ഉപയോഗിച്ചാണെങ്കിൽ കെട്ടി വെക്കാവുന്നതാണ്. അങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് ഇതുപോലെ ഒന്ന് ഞുറിഞ്ഞ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്തും ഇതുപോലെ ഒന്ന് ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഷോളിൻ്റെ രണ്ട് എൻഡും ഹെയർ ബാൻഡ് ഇട്ട് ടൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉൾട്ടയാക്കി എടുക്കുന്നുണ്ട്. ആ രണ്ട് എൻഡും ഒന്ന് അകത്തോട്ട് വരത്തക്ക രീതിയിൽ ഇവിടെ കാണിക്കുന്ന രീതിയിൽ ഒന്ന് അകത്തോട്ട് ഉൾട്ടയാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. അന്നേരം അവിടെ ഒരു പോക്കറ്റ് പോലെ വരും. എന്നിട്ട് നമുക്ക് അതിലോട്ട് എന്താ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉരുളം പില്ലാണ് എടുത്തിരിക്കുന്നത്. ആ ഉരുളം പില്ല് അതിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഉരുളം പില്ലോ ഒന്ന് നല്ലൊരു കവർ ഇവിടെ റെഡിയായി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇതിനൊരു കവർ വേണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതേപോലെ നമുക്ക് പുറത്തോട്ടൊക്കെ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇതൊന്ന് കവർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കവർ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇതിനൊരു കവർ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് ഷോളിട്ട് കവർ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും. അപ്പോൾ ഏത് ടൈപ്പ് ഷോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം ഇതുപോലെ. അടുത്ത രണ്ടാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് തേയിലപ്പൊടിയാണ്. അപ്പോൾ തേയിലപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് ഒരു കർപ്പൂരം പൊടിച്ചതും ഇവിടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് തേയിലപ്പൊടിയും കർപ്പൂരവും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് എടുക്കാവുന്നതാണ്. അങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ആദ്യം ടൈ ചെയ്യാനാണ് വന്നത്. പിന്നെ ഞാൻ റബ്ബർ ബാൻഡ് ഉണ്ടായതുകൊണ്ട് പിന്നെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വലുതായതുകൊണ്ട് 2-3 മടക്കൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് അതിൽ ചെറിയ ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നല്ല ഒരു സ്മെല്ല് വെളിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ്. അങ്ങനെ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇത് പല ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ വേറെ ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ആ ടിഷ്യൂവിൽ ഇതുപോലെ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് കർപ്പൂരം ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ തുണിയൊക്കെ മടക്കി വെക്കുന്ന കബോർഡിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഒരു മുഷിഞ്ഞ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് കൊണ്ടുവെക്കാവുന്നതാണ്. അതേപോലെ കുട്ടികളുടെ ഷൂ ഒക്കെ ആണെങ്കിലും മഴക്കാലമായതുകൊണ്ട് നനഞ്ഞിരിക്കുക. അപ്പോൾ ആ വെള്ളമയമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലെ വാട്ട് സ്മെല്ലെല്ലാം വലിച്ചെടുക്കുകയും ഇതിനകത്ത് നമ്മൾ തേയിലപ്പൊടിയും കർപ്പൂരമൊക്കെ ആണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്മെല്ലെല്ലാം വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ നല്ല റിഫ്രഷിംഗ് ആയിട്ട് ഇരിക്കുകയും ഒരു പുതുപുത്തനായിട്ട് ഇരിക്കുന്നതിന് സഹായിക്കുന്നതാണ്. എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഇതൊന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ പോയിട്ടുണ്ട് പോകാം. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഇത് തിരിച്ചിതെടുത്ത് വെക്കാവുന്നതാണ്. അങ്ങനെ ഒരാഴ്ചയോളം ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി. സ്കൂൾ ബാഗിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ആ ബാഗിൽ അഴുക്ക് മുഷിഞ്ഞ സ്മെല്ലൊക്കെ വലിച്ചെടുത്തിട്ട് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും ബാഗിന്. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ വരത്തക്ക രീതിയിൽ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെയും ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എനിക്ക് ഇത് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വാങ്ങി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ചെറിയ ചൂടോട് കൂടി തന്നെയാണ് അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ തേയിലയുടെ ചണ്ടിയാണ് നമുക്ക് ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലൊരു വളമാണ്, നാച്ചുറലായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് തേയിലയുടെ ചണ്ടി. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ആ തേയില വെള്ളത്തിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നത് കാണാം. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ പതയൊക്കെ നന്നായിട്ട് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്നത് വെള്ളത്തിലാണെങ്കിൽ ഇത് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് തുടയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. തറയൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുപ്പിയുടെ അടപ്പിന് ചെറിയ ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്തതാണ്. ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഒരാഴ്ചയോളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ സിങ്ക്, വാഷ് ബേസിന് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. തടി കൊണ്ടുള്ള ഫർണിച്ചറൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തൂത്ത് തുടയ്ക്കുകയാണെങ്കിൽ നല്ലൊരു കളറ്, അതിൻ്റെ ആ തടിയുടെ ആ കളറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നതിന് സഹായിക്കുന്നതാണ്. അതേപോലെ നല്ലൊരു ഫിനിഷ് കിട്ടുന്നതായിരിക്കും. നല്ല ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് ഇത്. അപ്പോൾ ഞാനിവിടെ ഡോറൊന്ന് ഇതിലോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തൂത്ത് തുടച്ച് കാണിക്കുന്നുണ്ട്. നല്ലതായിട്ട് തന്നെ അത് വെട്ടിത്തിളകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് തടിയുടെ ഫർണിച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നതിന് സഹായിക്കുന്നതാണ് ഇത്. അടുത്ത 4ാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് തേയിലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നീട് എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ്, അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി അങ്ങനെ ചതച്ചെടുത്തിട്ട് അത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേയിലയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് എടുത്തിരിക്കുന്ന മൂവാണ്. അപ്പോൾ മൂവ് ഒരു 1/2 ടീസ്പൂൺ വരത്തക്ക രീതിയിൽ എടുക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ് മൈദ, അതുപോലെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണ് ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന തേയിലയാണെങ്കിൽ എലിയും പല്ലി പാറ്റയൊക്കെ ആകർഷിക്കുന്ന ഒന്നാണ്. അതുപോലെ ഇതിൽ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളി, അതുപോലെ മൂവ്, ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇതൊക്കെയാണെങ്കിൽ എലികൾക്ക്, പല്ലികൾക്ക്, പാറ്റയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് എലി, പല്ലി, പാറ്റയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇതൊന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഇത് വന്ന് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ വയറ്റിനുള്ളിൽ ചെന്നിട്ട് ഭയങ്കര പരവേശം വരും, ഡൈജസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ വന്നിട്ട് ആ സ്ഥലത്തു നിന്ന് തന്നെ ഇത് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് എലി ആകർഷിക്കാനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലോട്ട് ഇതൊന്ന് വെച്ച് പിടിപ്പിച്ചിട്ടാണ് എലികളും പല്ലി, പാറ്റയൊക്കെ ഉള്ള സ്ഥലത്തോട്ട് ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. തേങ്ങ കഷ്ണത്തിന് പകരം നമുക്ക് ഉരുളക്കിഴങ്ങാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് തേങ്ങ കഴിഞ്ഞിട്ടുള്ള ബാക്കി വന്നിരിക്കുന്ന അതിലോട്ട് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് അത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എലിയും പല്ലി പാറ്റയൊക്കെ വരുന്ന സ്ഥലത്തോട്ട് നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശർക്കര ഇപ്പോൾ ഞാൻ പൊടി ചേർക്കുമായിരുന്നു. അതിന് പകരം പാനിയാണെങ്കിലും ശർക്കര പാനിയാണെങ്കിലും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ചാനലിൽ ഇതുപോലെ എലി, പല്ലി, പാറ്റ, പാമ്പിനെയൊക്കെ തുരുത്തി ഓടിക്കാൻ പറ്റിയ കിടിലൻ ടിപ്സ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എലികൾ വന്നു പോകുന്ന സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റെയർ കേസിലൊക്കെ ആണെങ്കിൽ എലിയുടെ ശല്യമൊക്കെ രൂക്ഷമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ ഇത് രാത്രി കാലങ്ങളിൽ ഇത് വന്ന് വരുന്ന സമയത്ത് ഇത് വന്ന് കഴിക്കുകയും അങ്ങനെ ആ സ്ഥലത്തുനിന്ന് തന്നെ പരവേശം ഓടി പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് കൊച്ചുകുട്ടികളും വളർത്തുമൃഗങ്ങളൊക്കെ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും ഹൈപ്പൊന്നും ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ തന്നെ വിളിച്ച് നോക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നതിനും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.